വസ്ത്രധാരണത്തിൽ ഇടപെടുക. അതുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോണ്ടായിരുന്നു. എന്താണ് അതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്? അത് മോശമല്ലേ? ആരാ മോശമാണ്? ഇതന്നെയല്ലേ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ. മെസ്സേജ് ഇൻസ്റ്റാ സ്റ്റോറിയിലും അവര് തിരക്കാണ്. നല്ലൊരു കാര്യം ഇവൻ പറഞ്ഞ പ്ലാക്കൊന്നും എഴുതി നോക്കില്ല. ഇവൻ എപ്പോഴാ മാറ്റണേന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ ഫുൾ ടൈം വിളിച്ചോണ്ടിരിക്കണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിനുള്ള ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇല്ലേ? കല്യാണം ഉറപ്പിച്ചിട്ടും കിട്ടിയില്ല. കിട്ടിയെന്ന് പറ. കിട്ടി. സേഫ് ഗെയിം ആണ്. സേഫ് ഗെയിം ആണെങ്കിൽ പെട്ടെന്ന് എഡിക്റ്റഡ് ആവട്ടോ. അങ്ങനെ കടന്നു പോകുന്ന ഒരാളുടെ അവസ്ഥ ഒരു പരിധി വരെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ മനസ്സിലാക്കണം. അതല്ലാണ്ട് അയാൾ താങ്ങ് ഭൂമിയോളം നിൽക്കുമ്പോ പിന്നെയും ചവിട്ടി കയറി. പക്ഷെ ഞാനൊരു ആക്ടിവിറ്റിയിലും ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഇയാളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞില്ല അറിയില്ല. ഒരു മിനിറ്റ് അവിടെ ഞാൻ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നില്ല. ഇതുവന്റെ പടത്തില് നസ്ലിം പറയല്ലേ പൈസ ഇടുന്നുണ്ട്. അറിയില്ല ഗോസ്റ്റിംഗ് അറിയില്ലാന്ന്. എന്നാ നീ പറ. ഗോസ്റ്റിംഗാ? എടാ നീ കൊറേ നാൾ ഒരാളോട് സംസാരിച്ചോണ്ടിരുന്നു. നിങ്ങൾ നല്ല സിങ്കായി. രാവിലെ വിളിക്കും, വൈകുന്നേരം വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും, ഫുൾ ടൈം മെസ്സേജ് കൊണ്ടിരിക്കും. പെട്ടെന്ന് സുപ്രഭാതി അവർ പോകും. എനിക്കത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. കാരണം അവസരം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതാണ് ഗോസ്റ്റിംഗ്. പെട്ടെന്ന് ഒരു ദിവസം ഇട്ടിട്ട് പോവാ. അങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇട്ടിട്ട് പോയി 3 മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഐ മിസ് യൂടാന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ അത് റെഡ് ഫ്ലാഗ് ആണോ? റെഡ് ആണ്. കലിപ്പുള്ള അനുഭവം. ഉറപ്പിച്ചോട്ടെ, എന്തുകൊണ്ടാണ് റെഡ്? അത് അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ട് പോകുന്നത് തെറ്റല്ലേ? അത് ആരാണെങ്കിലും ആണല്ലേ? ബേബിനെന്തോ റെഡാണ്. ഒരു സംശയമല്ലേ? കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ ആണ് റെഡല്ലേ? ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ട് ആർക്കും അങ്ങനെയല്ല. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരിക്കൽ ഇട്ടിട്ട് പോയ ഒരാള് പിന്നീട് നിന്നെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിനങ്ങനെ ഒരു മീനുണ്ടോ? അല്ല, മിസ് ചെയ്യാൻ പാടില്ല, അത്ര അറിയില്ല. കാലം ഇവിടെ കൊണ്ടുപോയിട്ട് ഇതിൽ കൂടുതൽ ഉത്തരം പറയുന്നത് ശരിയാവില്ല. അവരെങ്ങനെ പോയി എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർക്കണം. എന്നുവെച്ചാ ഈ ഗോസ്റ്റ് ചെയ്ത് പോകുമ്പോ ഇമോഷണൽ ട്രോമ ഒന്നുണ്ടാവും. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ബ്രേക്കപ്പ് ആവില്ലല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രേക്കപ്പ് ആവില്ലല്ലോ, ഗോസ്റ്റിലാണ്. റെഡ് ആണല്ലോ. അല്ലാതെ മിസ് ചെയ്യാം. പക്ഷെ ഒരു വട്ടം മറ്റേ പറയാ അടിച്ചും ഭിത്തിക്കിറ്റി വെച്ചിട്ട് പിന്നെ ഭിത്തിന്ന് പൊളിച്ചിട്ടിട്ട് പണിയരുത്. അപ്പൊ പിന്നെ മിസ് ചെയ്യാം. അതായത് ഒരിക്കൽ ഗോസ്റ്റ് ചെയ്തിട്ട് പോയാൽ പിന്നെ മിസ് ചെയ്യുന്നു. വന്നിട്ട് കുഴപ്പമില്ല. വന്നാടുക സല്ലെല്ലാം തോന്നണം ആ കാര്യത്തിൽ. തെറ്റാണ്. ഇല്ല, അറ്റാച്ച്മെന്റില് ഇമോഷണലി അറ്റാച്ച് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതില് എന്താണ് പ്രശ്നം? പക്ഷെ പിന്നീട് ഒന്ന് മിസ് ചെയ്യുന്ന അല്ല, മിസ് ചെയ്യുമെന്ന് പറഞ്ഞോട്ടെ. പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അവരവരുടെ ഡബിൾ ടാപ്പ് അടിച്ചുവിടാം ആണല്ലേ? അപ്പൊ ഒരു സെക്കൻഡ് ചാൻസ് അവർ അർഹിക്കുന്നില്ല. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നീ എവിടെ എങ്ങനെ ഒരു സ്ഥലത്തേക്കടാ? വൃത്തിയായിട്ട ക്വസ്റ്റ്യൻസ് ആണ്, അതാണ് പ്രശ്നം. ഓക്കെ, എനിക്ക് തോന്നുന്നത് അത് റെഡ് ഫ്ലാഗ് തന്നെയാണ്. ഇത് നമ്മുടെ വിജയം. കാര്യം നമ്മൾ അത്രയ്ക്ക് കയറിയുന്ന ഒരാള് അങ്ങനെ ഗോസ്റ്റ് 3 മാസത്തേക്കൊക്കെ പോകില്ല, ഒരാഴ്ചയൊക്കെ സഹിക്കാം. ഒരാഴ്ച വരെയൊക്കെ ഓക്കെയാണ്. അതാണ് ഞാൻ വെച്ചിട്ടുള്ള കണക്ക്. അതെ. ഇനി ലാസ്റ്റത്തെ ചോദ്യമാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതില് ഞാനല്ല ആദ്യം, ഇതില് നീ പറയണം. അതായത് ലവർ ഉണ്ടായിട്ടും ബെസ്റ്റ് എന്ന ഒരാളെ കീപ്പ് ചെയ്യുന്നത് ആണ്. തൊണ്ടേന്നൊന്നും അതെ അത് നീ എന്താ മിമിക്രിയൊക്കെ കാണിക്കേണ്ട കാര്യം എങ്ങനെ പറഞ്ഞാലും പെടും. അതിൽ നിനക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല, ഇതിപ്പോ ലവർ ഉണ്ടായിട്ടും ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ കീപ്പ് ചെയ്യുന്നത്. അതായത് നിന്റെ ഗേൾഫ്രണ്ടിന് ഒരു ആണ് ബെസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കീപ്പ് ചെയ്യുന്നത്, നീ ബോയ് ഫ്രണ്ടും ഒരു സെപ്പറേറ്റ് ബെസ്റ്റ് ചെയ്യുന്ന ഒരാൾ അങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെഡ് ഫ്ലാഗ് ആണോ ഗ്രീൻ ഫ്ലാഗ്?
അത് എക്സ്പീരിയൻസ് പോലെ ഇരിക്കും. ആരുടെ? അത് ബെസ്റ്റിയുടെ? അല്ല, ഇത് വേറെ റൂട്ടിൽ പോകുന്നേ. അപ്പൊ അത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതെന്ത് പറയും? അല്ല, അവള് പറയണ ഭയങ്കര ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിന് ഉത്തരം പറയാൻ താല്പര്യമില്ല. പോഡ്കാസ്റ്റിൽ അങ്ങനെ ഒരു ഉത്തരവില്ല. പോഡ്കാസ്റ്റിൽ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഇതെല്ലാം ഒരു ഇമോഷണൽ ഗെയിം ആണല്ലോ. ഇപ്പൊ ഒരിക്കലും അങ്ങനെ വേണ്ട എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ചോയ്സ്. ഗ്രീനായിട്ട് എടുത്തോ. ഓക്കെ ആണ്, നിനക്ക് കുഴപ്പമില്ല. അത് ഇല്ലെന്ന് പറഞ്ഞില്ലേ, കുത്തി കുത്തി അവരോട്. ബെസ്റ്റ് ഫ്രണ്ട് ആണോ ബെസ്റ്റി ആണോ? രണ്ട് ഇതാണ്. ബെസ്റ്റ് എന്ന് പറയുമ്പോ ഫ്രണ്ട് എന്നാണ്, എന്നാ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയാൻ എല്ലാവർക്കും കീഴേ ബോയ് ഫ്രണ്ട് മേലെ. അതിക്ക് അതിലിരിക്കും. അതിന്റെ നടുക്കിരിക്കുന്നതാണെങ്കിൽ അത് റെഡാണ്. ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ, ഐ മീൻ ഒരു ബോയ് ഫ്രണ്ട്, ഇപ്പൊ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവൾക്കൊരു മറ്റൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടൊരു പേഴ്സൺ ആണെങ്കിൽ അത് കുഴപ്പമില്ല. ബെസ്റ്റി എന്നുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഗ്രീൻ ഫ്ലാഗ് ആണ്. ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നീ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? അതാണല്ലോ, ഞാനും ഉണ്ട് വേറൊരാളും കൊണ്ടിരിക്കുന്ന കുഴപ്പം. എനിക്കിപ്പോ കുറെ കൂട്ടുകാരുണ്ട്. ഞാൻ അപ്പോഴേ പറയാം ഞാൻ പാളി ആദ്യം അടിയുള്ളൂ. ഒലഞ്ഞിട്ടേ എങ്ങോട്ട് ഞാൻ നോക്കിയത് സലിലിനെയാണ്. സലിലിനെ നമുക്ക് കേൾക്കാം. അപ്പൊ പ്രശ്നമില്ല. ഇല്ല എനിക്കില്ല. ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അതെന്താ പറയാ അങ്ങനെ പറയാൻ പറ്റുന്നത്? ഇപ്പൊ ക്യാമറ ഫോക്കസ് ഇപ്പൊ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും, ഞാൻ ചെറുപ്പം തുടങ്ങിയുള്ളത്. പക്ഷെ എനിക്കൊരു ലവർ ഉണ്ടെങ്കിൽ ലവർ ഉണ്ടെങ്കിൽ അയാളാവും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതാണ് ഞാൻ ചോദിക്കണേ. അപ്പൊ നീ ഓൾറെഡി ഇപ്പൊ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആവാലോ. രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് വരെ ആവാം. ഞാൻ ഗ്രീനാ പറഞ്ഞ ഇത് ഇങ്ങനെയാണ്. അതല്ലേ ഞാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ എന്നെ അടിച്ച്. ഞാൻ പറഞ്ഞ ഗ്രീനാണ്. ഇവനെന്താന്നറിയോ, ഇങ്ങോട്ട് വീശുമ്പോ ഗ്രീൻ, ഇങ്ങോട്ട് വീശുമ്പോ റെഡ്. അതാണ് നടക്കുന്നത്. സല്ല പറ. എടാ, എനിക്ക് ഒന്നാമത് ഇതിനെ ഡിഫൈൻ ചെയ്ത് തന്നാൽ ഞാൻ ഇതിനുള്ളൊരു ഉത്തരം പറയാം. ബെസ്റ്റിനെ ഉദ്ദേശിച്ച ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. ഇപ്പൊ ഗേൾ ഫ്രണ്ട് ആവണ ഒരാൾക്ക് മെയില് ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ നേരെ തിരിച്ചും. ഇപ്പൊ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ബോയ് ഫ്രണ്ടിന് ഒരു ഫീമെയിൽ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് റെഡ് ഫ്ലാഗ് ആണോ? ഉണ്ടെന്നുകൊണ്ട് ഒരു റെഡ് ഫ്ലാഗ് അല്ല. ഇൻവോൾവ്മെന്റ് അല്ലേ പ്രശ്നം? ഇൻവോൾവ്മെന്റ് അല്ല. അതിപ്പോ ഇപ്പൊ നമ്മള് തന്നെ നോക്കാം. കാര്യം ചെയ്യുന്നത് ഞാൻ പറയാം. നീ അറിയണതാണ്. ഇപ്പൊ നീ നിന്റെ ലവറിന് ഇപ്പൊ നിങ്ങൾ ഓക്കെ റിലേഷൻഷിപ്പ് ആകുമ്പോ നിങ്ങൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കണമെന്ന് നീ ആഗ്രഹിക്കില്ലേ? അപ്പൊ നീ അറിയണതാണ് ഷീ ഓൾസോ ഹാസ് എ ബെസ്റ്റ് ഫ്രണ്ട് വേറെ, അവളെല്ലാം ഷെയർ ചെയ്യുന്ന വേറൊരാളും കൂടി ഉണ്ട്. അത് പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ബോയ് ഫ്രണ്ട്. അത് റെഡ് ആണോ ഗ്രീൻ ആണോ എന്നാണ് ചോദിക്കണം. മീശ വിരിച്ചിട്ടാ അല്ല, അത് റെഡ് എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രത്യേകതരം മഞ്ഞ. ഇല്ല, അതെനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല, അല്ല ഷെയർ ചെയ്യുന്നതിൽ അങ്ങനെ പ്രശ്നമില്ല. ഇല്ല. ക്യാമറയിലോട്ട് നോക്കണേ. ഗ്രീൻ ഫ്ലാഗ് ആണല്ലേ? ആണ്. പ്യുവർ റെഡ് ആണെന്ന് പറയും. ഇതാണ് കളി. അങ്ങനെയല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്ത കാര്യം. ഇനി കളിയില്ല ഇല്ല, ക്വസ്റ്റ്യൻ തീർന്നു. അപ്പൊ അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ലവർ എന്ന് പറയുന്ന ഒരാള് ഇപ്പൊ ഒരാളുടെ ജേണി പോയിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടിയാണല്ലോ ലവർ തന്നെ. പക്ഷെ ഈ ജേണിയിൽ ത്രൂ ഔട്ട് ഈ ബെസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടോ? അപ്പൊ അവരെ നമുക്കത് വേറൊന്നും ചെയ്യാനുള്ളത്. പക്ഷെ ഞാൻ വേറെ വരും പറയട്ടെ, നമ്മള് ഇവരൊരുമിച്ച് ഇങ്ങനെ വരാണല്ലോ. നമ്മള് അവനെ തട്ടിക്കളഞ്ഞിട്ടല്ലോ നമ്മള് വരുന്നത്. നമ്മള് കയറുന്നില്ല. അല്ല, നമ്മൾ കയറുന്നുണ്ട്. നമ്മളിപ്പോ കയറിയല്ലോ. ഇപ്പൊ ഇവരിങ്ങനെ വന്നോണ്ടിരിക്കണേ രണ്ടുപേര്. ഇവിടെ നമ്മള് ഇവിടുന്ന് തന്നെ. നീ അതേ വണ്ടിയിലെ കയറണ. അപ്പൊ നമ്മള് മൂന്നുപേരും ഒരു വണ്ടി പോകേണ്ട ആവശ്യമുണ്ടോ? അതെ, പിന്നെ പഴയ പടത്തിലെ അബ്ബാസാർ മാറിക്കളി. നിങ്ങൾ കല്യാണം കഴിച്ചു. അതല്ല, നമ്മളിപ്പോ മൂന്നുപേര് പോകുമ്പോ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മള് വീട്ടുകാരോട് പറയുന്ന ഒരു കാര്യം കൂട്ടുകാരോട് പറയുന്ന ഒരു കാര്യം വീട്ടുകാരോട് നമ്മൾ പറയൂ? ഇല്ല. അതുപോലെ രണ്ടും കൂട്ടുകാരല്ലേ? അല്ല, ഒരെല്ലാം ഓറാണല്ലോ. ആ ഇന്റിമസി വേറെ, ഫ്രണ്ടിനോടുള്ള ഇന്റിമസി വേറെ. അതെ, പക്ഷെ എല്ലാം ഇവള് ഷെയർ ചെയ്യുന്നുണ്ട് അവനായിട്ട്. കുഴപ്പമില്ല, ആയിക്കോട്ടെ. എന്താണ് നീ പറ. കല്യാണം കഴിക്കോളാം.
കുഴപ്പമില്ല. അല്ല അതിനല്ല കുഴപ്പമൊന്നും ഗ്രീൻ ഫ്ലാഗ് ആണ്. അല്ല അതല്ല എന്ന് പറയുമ്പോ അല്ല കുഴപ്പമില്ല. ഞാൻ എത്ര ചോദിക്കണുള്ളൂ, ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആയിരിക്കണം ബെസ്റ്റ് ഫ്രണ്ട്സ്. അവിടെ മൂന്നാമത് ഒരാൾ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വേണ്ട എന്ന് വിശ്വസിക്കും. അല്ല വേണം, വേണം. നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ വരുമല്ലോ, ആ അത് തീർക്കാനും വേണ്ടേ. പക്ഷെ അവനൊരു പ്രശ്നമായിട്ട് വരരുത്, അവരുടെ പ്രശ്നമായിട്ട് മാറരുതെന്ന്. അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി. അപ്പൊ എന്തായാലും നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ജെൻസിയുടെ സാധനങ്ങൾ ടഫാണ്ട് അവരുടെ ലൈഫ്. ഭയങ്കര ടഫാണ്. അത് ഇതൊക്കെ ചെറുത് മാത്രം. സിറ്റുവേഷൻഷിപ്പിന്റെ പോയി നമ്മള് ഗോസ്റ്റിങ്ങിന്റെ ഉത്തരം പറയാത്ത സിറ്റുവേഷൻഷിപ്പ് ഞാൻ പഠിപ്പിച്ചു ഞാൻ edit ചെയ്തതാ. ഇത് scripted ആണ്. നേരത്തെ ഇങ്ങനെ പറയാൻ പറഞ്ഞത്. സിറ്റുവേഷൻഷിപ്പ് എന്താന്ന് പറഞ്ഞു. അപ്പൊ ബെവിൻ പറ, എന്താണ് ഇപ്പൊ നമ്മുടെ ജനറേഷനിലേക്ക് നോക്കണമെങ്കിൽ, ഇവരൊന്ന് പതറി. നമ്മുടെ ജനറേഷനിൽ നോക്കണമെങ്കിൽ പണ്ട് അടിപൊളിയായിട്ട് തോന്നിയിട്ട് പിന്നീട് റെഡ് ഫ്ലാഗ് ആയിട്ട് അത് റെഡ് ഫ്ലാഗ് ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞൊരു സാധനം എന്തായിരിക്കും? അത് അങ്ങനൊന്നും പറയാൻ കേട്ടു എനിക്കില്ല. അങ്ങനെ ഒന്നുമില്ലേ? ഞാൻ എപ്പോഴും പ്രോഗ്രസീവ് ചിന്തഗതി. അത് LGTV++ ആയിരുന്നു. ജനിച്ചപ്പോഴും ഇങ്ങനെയായിരുന്നു. LGTV അല്ലിനോട് ചോദിക്കാണ്ടിരിക്കാനാണ് നമ്മ അറിഞ്ഞിരിക്കുന്നത്. ഇല്ല, ഇവൻ പറഞ്ഞിട്ട് എടാ, നീ പറഞ്ഞോ, പറഞ്ഞത് ഇപ്പൊ എന്ത് വേണമെങ്കിലും എല്ലാവരും ആവാലോ. ക്വസ്റ്റ്യൻ എന്ത് വേണമെങ്കിലും ആവാലോ. ഇപ്പൊ പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പൊ ഞാൻ എന്താ എനിക്ക് റിലേഷൻ ആയിട്ടുള്ള പെൺകുച്ച് വേറെ ആമ്പിള്ളേരോട് സംസാരിക്കാൻ പാടില്ല. എനിക്കെന്നാ അതിന് പറയണ്ടേ. ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ കാര്യമില്ല, ഒരു 14-15 വയസ്സുള്ള സമയത്ത്. ആ സമയത്ത് എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല. പക്ഷെ ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ ഫുൾ ടൈം വിളിച്ചോണ്ടിരിക്കണമെന്ന്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ നീ വിചാരിച്ചിട്ടുണ്ട്? വിചാരിച്ചിട്ടുണ്ട്. പിന്നീട് നീ തിരിച്ചറിഞ്ഞു. റിലേഷൻഷിപ്പ് ഇല്ലാണ്ട് നീ ആരെ വിളിക്കും? അല്ല പറഞ്ഞ മറ്റുള്ളവരുടെ കാര്യത്തില പറഞ്ഞ അങ്ങനെയല്ല. അന്ന് കണ്ടിട്ടുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഇപ്പൊ സ്കൂളിൽ ക്ലാസ് റൂമിൽ കപ്പിൾസ് ഉണ്ടാവല്ലോ, ഉണ്ടോ? അവരുടെ പ്രശ്നം ഇതാണ്. അതൊക്കെ കണ്ട് നീ കരഞ്ഞിട്ടുണ്ട്? എന്തിന് അവിടെ പോയി നിൽക്കും. നമ്മള് സന്തോഷിക്കല്ലേ. അന്ന് സിഗ്മയായിരുന്നു. അങ്ങനെ സിഗ്മല്ല, അതല്ലല്ലോ വിഷയം. അപ്പൊ അത് ഫുൾ ടൈം സംസാരിച്ചോണ്ടിരിക്കണമെന്നാണ് ഞാനിപ്പോ ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി ഫുൾ ടൈം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിമൽ റോയ് ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു മര്യാദയൊക്കെ വേണം. വിമൽ റോയ് ആദ്യം എങ്ങനെയായിരുന്നു റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോ? ഫുൾ ടൈം ബിസി. ഓക്കെ, പിന്നെ വിമൽ റോയ് വേണ്ട, പുള്ളിയുടെ വീടാ. ഓക്കെ, ചിലപ്പോ ഇത് അവസാനത്തെ പോഡ്കാസ്റ്റ് സലീലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും തോന്നുന്നു. അങ്ങനത്തെ പണ്ട് റൊമാൻറ്റിക് ആയിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന എന്ത് കാര്യമാണ് അല്ല, പണ്ട് ഇപ്പൊ സംസാരിക്കുന്നത് ഇവരിങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഇത്ര സംസാരിക്കാനുണ്ടാവുള്ളത്? ഡെയിലി സ്കൂളിൽ കാണുന്നുണ്ട്, ക്ലാസ്സിൽ കാണുന്നുണ്ട്, ഒരുമിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് രാത്രി എന്താ അതിനുള്ള ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇല്ലേ? ഇല്ല, കല്യാണം ഉറപ്പിച്ചിട്ടും കിട്ടിയില്ല? ഇല്ല. കിട്ടിയെന്ന് പറഞ്ഞ കിട്ടി. അവര് ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ്സ് പറയുന്നത് ആണ് എനിക്ക് ചേഞ്ച് ആയിട്ട് തോന്നിയത്. പക്ഷേ ഈ എന്താണ് സ്കൂളില് റിലേഷൻഷിപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി അതിലെന്താണ് ഇത്ര പറയാനുള്ളത്? ഭയങ്കര സബ്ജക്റ്റ് ഒക്കെ മാറി. പാളി. അപ്പൊ ബെവിന് ഇപ്പോഴും കിട്ടിയില്ലേ? എനിക്ക് അങ്ങനെ അതാ പറഞ്ഞത്. ഓക്കെ, ബെവിൻ സേഫ് ഗെയിം ആണ്. ഇതൊക്കെ സേഫ് ഗെയിം ആണെങ്കിൽ പെട്ടെന്ന് എഡിക്റ്റഡ് ആവട്ടോ. അത് ഓർത്തിട്ട് ചെയ്യാം. കാര്യം എനിക്ക് തോന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞ എന്റെ ഒരു 15 വയസ്സ് കാലഘട്ടത്തിൽ 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോ, കാര്യം അന്ന് നമുക്കൊരു ടോക്സിക് മസ്കുലിറ്റി ഒക്കെ ഉള്ള സമയമാണോ? അർജുൻ റെഡ്ഡി. അതെ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്പേസ് കൊടുക്കേണ്ടത്. കാര്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നീ പറഞ്ഞ സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്ന കപ്പിളില്ലേ, അതായിരുന്നു ഞാൻ. അന്ന് എനിക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയിരുന്ന ആളല്ലേ മാനു? അല്ല, അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഡിവിഷൻ വ്യത്യാസമുണ്ട്. അവളെ അപ്പുറത്തെ ക്ലാസ്സിൽ ഞാൻ ഇവിടെയാണ്. അപ്പൊ ബ്രേക്ക് ടൈമിലൊക്കെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് സംസാരിക്കും. അപ്പൊ അവളിടക്ക് പറയും ബ്രേക്ക് ടൈമിന് അവൾക്ക് ഇപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനതിന് വിടൂലായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കും അതെന്തൊക്കെ ഉള്ള ആദ്യം ബ്രേക്ക് ടൈം ആണ്, ആ ഉള്ള സമയത്ത് എന്നോട് സംസാരിച്ചിരുന്നൂടെ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാനത് മൗണ്ടൻ റെഡ് ഫ്ലാഗ് ആയിരുന്നു എന്നുള്ളത്. അല്ല അത് ശരിയാ. ആ കാര്യം എല്ലാവർക്കും അതിന്റേതായ സ്പേസ് കൊടുക്കണം. പിന്നെ അവർക്ക് തിരക്കായിരിക്കുമ്പോഴേ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞ വാശി പിടിച്ചിട്ടുണ്ട്. ഇത് തന്നെയല്ലേ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ, മെസ്സേജും ഇൻസ്റ്റാ സ്റ്റോറിയിലും അവര് നീ റെഡ് ഫ്ലാഗ് ആണെന്നാണല്ലോ പറഞ്ഞത്. നീ റെസ്പോണ്ട് ചെയ്യണമെന്നാണ് നല്ലൊരു കാര്യം. ഇവൻ പറഞ്ഞ ഫ്ലാഗ് ഒന്ന് എഴുതി നോക്കില്ല, ഇവൻ എപ്പോഴും മാറ്റണേന്ന് പറയാൻ പറ്റില്ല. ഞാൻ ബിഗ് ബോസിൽ പോയിരുന്നില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനം എനിക്ക്. പക്ഷെ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞ ഞാൻ ഭയങ്കര ക്രിഞ്ചായിരുന്നു ആ കാര്യത്തില്. കാര്യം എന്താ പറയുക, PT പീരീഡ് ഞാൻ കളിക്കാൻ പോലിരുന്നു സെറ്റായ. പിന്നെ അത് പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്നോട് ഭയങ്കര ഇതുണ്ടാക്കി. കാര്യം ഞാൻ നല്ലൊരു കളിക്കാരനായിരുന്നു ഗ്രൗണ്ടിൽ. PT പീരീഡ് കളിക്കാൻ പോകാണ്ട് പുള്ളി എന്ത് ചെയ്യും? ഞാൻ പുള്ളിട്ട് സംസാരിച്ചിരിക്കും. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായില്ല. എന്റെ കുറെ ഗ്രൗണ്ടിലെ കളികൾ മിസ്സായെന്നല്ലാണ്ട്. പക്ഷേ വേണ്ട,
അല്ലാണ്ട് കാര്യമായി നീ മുഖത്തേക്ക് അവന് നാണം വരും. അല്ലാണ്ട് കാര്യമായിട്ട് അവിടെ എനിക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, മനസ്സിലായോ? പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ ജനറേഷനുള്ള പ്രത്യേകിച്ച് ആൺപിള്ളേര് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടുള്ള ഒരു സാധനമാണ് ഗേൾ ഫ്രണ്ട്സിനോട് ഷോൾ ഇടാൻ പറയും. അത് ഞങ്ങൾ അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ ഇടപെടുക. അതുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോണ്ടേ. എന്താണ് അതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്? അത് മോശമല്ലേ? ആരാ മോശമാണ്? ആണുങ്ങള് ആണോ? അതുകൊണ്ട് അതാ അവരുടെ സ്വാതന്ത്ര്യമല്ല എന്ത് ഇടണോന്നുള്ള അതൊക്കെ നമുക്കറിയാം. ഞാനും കുറെ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പിസോഡ് ഒരുമിച്ചാ കണ്ടത്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. വസ്ത്രധാരണൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ്. ഞാൻ നേരത്തെ സ്ക്രീൻഷോട്ട് റെഡ് ഫ്ലാഗ് അല്ലേ? ഇയാൾ ഇതുവരെ വന്നില്ലേ അവിടെ? അത് ഇതെന്താന്ന് വെച്ചാൽ ടോപ്പിക് കൂടെ സ്ക്രീൻഷോട്ട് പഠിച്ചു പോകില്ല. അതല്ല എന്നോട് ചോദിച്ചപ്പോ എനിക്ക് ഉത്തരം ഇല്ലായിരുന്നു. അല്ല സ്ക്രീൻഷോട്ട് എനിക്ക് മനസ്സിലായില്ല. അല്ല കോൾ ലിസ്റ്റ് എടുത്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് ചെയ്യാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എന്ത് പറഞ്ഞേ? അതെ ഇവനോട് ആരോ ഇത് തൂക്കിയിട്ടുണ്ട് പിന്നെ. അല്ല എന്നോട് ചോദിച്ചിട്ടുണ്ടോ കോൾ ലിസ്റ്റ്? എന്നോട് ചോദിച്ചിട്ടില്ല. റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എപ്പോഴില്ല. സ്കൂൾ തുടങ്ങിയ സ്കൂളിലുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ അല്ല ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. എന്നോട് ചോദിക്കത്തില്ല. അതൊരു പാവായിരുന്നു. മിണ്ടാപ്രാടിയായിരുന്നു. പക്ഷെ വേറെ ചിലരോട് ഐ മീൻ എന്റെ ചോദിക്കണം നീ കേട്ടു. അവരെന്നോട് പറഞ്ഞു. അതായത് വേറെ ആരോട് ചോദിക്കണത് ഇവൻ കേട്ടു. ഞങ്ങളോട് ഒന്ന് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന വഴിക്ക് ഭയങ്കര റെഡ് ഫ്ലാഗ്. ഗോസ്റ്റിങ്ങിന് അർത്ഥം പഠിക്കണോ? അത് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. അല്ല ഈ അന്നൊക്കെ വളരെ കാര്യമായിട്ട് ഗേൾ ഫ്രണ്ട്സിന്റെ വസ്ത്രധാരണത്തിൽ ഇടപെടുന്ന ബോയ് ഫ്രണ്ട്സിനെ പറ്റി എന്താ പറയണം? എന്നുവെച്ചാ ഷോള് ഇട്ടാലും ഇട്ടില്ലെങ്കിലും അത് അവരുടെ ഇഷ്ടം. അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ഓക്കെ ഇത് സല്ലോ എനിക്കും അത് തന്നെ. വസ്ത്രധാരണമൊക്കെ അവളെന്ത് പറഞ്ഞ ആ ഡ്രസ്സ് ഞാൻ ഇടുന്നില്ലല്ലോ. എനിക്ക് എന്റെ ഇഷ്ടമുണ്ടല്ലോ. അതുപോലെ അവിടെ ശരിയാ. അല്ല ശരിയാ ശരിയാ. അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. അടുത്തത് ആദ്യമായിട്ടാണ് ഒരു സാധനം പാളാണ്ട് പോയത്. അല്ല അതൊക്കെ ചോയ്സ് എല്ലാരും റെസ്പെക്ട് ചെയ്യണം. മ്യൂച്വൽ റെസ്പെക്ട് ആണല്ലോ. ഇന്നിങ്ങനെ നോക്കല്ലേ. മ്യൂച്വൽ റെസ്പെക്ട് വേണം. അതാണ് ഇപ്പൊ വേണ്ടത്. അതായത് വസ്ത്രധാരണം അവരുടെ ചോയ്സ് ആണ്. കംപ്ലീറ്റ്ലി വിട്ടുകൊടുത്തേക്കണം. പിന്നല്ല അവര് പറയണ നമ്മൾ ഇടൂലല്ലോ. പറഞ്ഞ പോലെ അവര് പറയണ ഇവിടെ വരുമ്പോ ബെർമൂടിട്ടുണ്ടല്ലോ. ഞാൻ ഇടൂല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സംശയം കേട്ടെ. അവള് നിനക്കൊരു ചോയ്സ് തരണാണ്. ഒരെണ്ണം ഒരു സെമി റിവീലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രസ്സും ഒരു നോർമൽ ചുരിദാറും തന്നിട്ട് നിങ്ങൾ പബ്ബിൽ പോകണം വെച്ചാൽ ഇതിൽ ഏത് ഇഷ്ടമുള്ള എടാ മണ്ട നിന്നോട് ചോദിക്കണേ. നീ ബോയ് ഫ്രണ്ട് ആണ്. നിന്റെ ചോയ്സ് ആണ് അവൾ ഇടാൻ പോണത്. അങ്ങനെയെങ്കിലും നീ എങ്ങനെയാണ് ഏത് ചൂസ് ചെയ്യും? സെമി ഫോർമലും അല്ല സെമി ഒരെണ്ണം ഒരു ടോപ്പും ഷോർട്ട് സ്കേർട്ടും ആയിട്ടുള്ള ഒരു സെമി റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സാണ്. മറ്റേത് ഷോളുള്ള ഒരു കവേർഡ് അത്യാവശ്യം എന്നിട്ട് നിന്നോട് ചൂസ് ചെയ്യാൻ പറഞ്ഞാണ് അഖിൽ ഇതിൽ ഏതാണ് നല്ലത്, ഇതിൽ ഏത് ഞാൻ ഇടണ്ടേന്ന് ചോദിച്ചാൽ നീ ഏത് ചൂസ് ചെയ്യും? വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അഖിലോട് ക്രഷ് വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോ പോയി കിട്ടും. അത് പബ്ബിലല്ലേ പോണേ. അതെ റിവീലിംഗ് എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ അത്രക്കൊന്നുമില്ല. അല്ല റിവീലിംഗ് എന്നൊക്കെ പറയുന്നത് മറ്റൊരാളുടെ കാഴ്ചപ്പാടാണല്ലോ. അതെ അതെ അത് ഇഷ്ടമുള്ള മതി. എടാ നിന്നോട് റിവീലിംഗ് ഇട്ടോട്ടെ കുഴപ്പമില്ല. വെറുതെ പോയ വള്ളി സ്ഥലം സ്കൂളിലൊക്കെ മാഷ് ചോദിക്കൂലേ എനിക്ക് ഞാൻ ചോദിക്കും നിനക്കിപ്പോ ഏത് ഇടുമ്പോഴാണ് കംഫർട്ട്? അത് ഞാൻ പറഞ്ഞ പാളിക്കുമ്പോ ഇല്ല അതാ ചിലപ്പോ ഇപ്പൊ ഭയങ്കര ഒരു തണുപ്പ്
സ്ഥലത്താണ് പോകണമെങ്കിൽ പബ്ബിലല്ലേ പോണെന്നല്ലേ അതെന്നെ പറഞ്ഞത് തണുപ്പായിക്കൂടെ പബ്ബിൽ പബ്ബിൽ തീയിടും. പോണ വഴി തണുപ്പായിക്കൂടെ. അപ്പൊ തണുപ്പുള്ള സ്ഥലത്ത് നമുക്കിപ്പോ ഇപ്പൊ എനിക്കത് ഷോർട്സും ടീഷർട്ടും ഇട്ട് പോയാലും ഞാൻ പോകില്ല. കാരണം എന്താ, എനിക്ക് ഭയങ്കര തണുപ്പാണേ. മനസ്സിലായില്ലേ? അതേസമയം ഇപ്പൊ ഒരു ചൂട് കാലത്താണെങ്കിൽ ഞാൻ ചിലപ്പോ ഷോർട്സും ടീഷർട്ടും ഇട്ട് പോകും. അതിന് പബ്ബിന്റെ ഇതിപ്പോ എന്താ ഗേൾ ഫ്രണ്ട് എന്തിനോ ചോദിച്ചാൽ നീ എന്തിട്ട് പോകുന്നല്ല ചോദിച്ചത്. എടാ അതാ അത് ഞാനാണെങ്കിൽ ഷോർട്സ് ഒന്നും ഇടില്ല. ഫ്ലാഗ് മനസ്സിലായി. തന്നെ എനിക്ക് പറയാനുള്ളത്. അവർക്ക് ഏതാണോ തോന്നുന്നത്. ഇതിന് എന്ത് മനസ്സിലായി? പുള്ളി നീ പരിപാടിക്ക് വിളിക്കും. ബേബിനാണെങ്കിൽ ഞാൻ പബ്ബിൽ പോകാറില്ല. ശരി, പബ്ബ് കണ്ട മോളിലേക്ക് മോള് പോകാറില്ലേ? അപ്പൊ അവള് ഓപ്ഷൻ തന്നില്ല. ഞാൻ മറ്റേത് പറയും, സെമി റിവ്യൂ. അതിട്ടോളം പറയും. മൈത്രേ കുഴപ്പമോ? അല്ല, എനിക്ക് അത് വിഷയമില്ല. അങ്ങനെ വിഷയമൊന്നും. അപ്പൊ അവൾക്ക് ചുരിദാറാണ് ഇഷ്ടമെങ്കിലോ? അതല്ല അടുത്ത ചോദ്യം. അല്ല, അവള് വെള്ളി ചോയ്സ് കൊടുത്തല്ലോ, അപ്പൊ അവൻ പറഞ്ഞല്ലോ ഞങ്ങൾ എന്താവും ഇത് കഴിഞ്ഞിട്ട്. അല്ല ഒന്നുമില്ല. എടാ നമ്മള് ഇവിടെ നമ്മുടെ കാഴ്ചപ്പാടുകളാണ് പറഞ്ഞോണ്ടിരിക്കണേ. കാര്യം റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് അല്ലേ മറന്നുപോയതൊക്കെ വീശിക്കൊണ്ടിരുന്നില്ല. അതിന് അപ്പൊ ഞാൻ നിങ്ങളുടെ കാഴ്ചപ്പാട് അറിയാൻ ചോദിച്ചെന്നുള്ളൂ. ഇപ്പൊ ഞാനാണെങ്കില് എനിക്ക് രണ്ടിട്ടാലും പേഴ്സണലി എനിക്ക് ഓക്കെയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ഇടാൻ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് അവൾ ഇടാറ്. അത് വേറെ ടോക്സിസിറ്റി, എന്താ വുമൺ ടോക്സിസിറ്റി. അതവിടുന്ന്. അപ്പൊ കാര്യം എന്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ അവള് മനസ്സിലോർന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് മുഖം കാണുമ്പോ പിന്നെ ഇതെന്തിനാ ചോദിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരാറുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ച ആളായതുകൊണ്ട് എനിക്ക് എന്റെ വ്യക്തമായിട്ട് ഉത്തരവുണ്ട്. നിങ്ങളതല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കാഴ്ചപ്പാട്. ഇതിൽ കൊണ്ടേ ഇരുത്തേണ്ടത് ശരിക്കും കപ്പിൾസിനോ ഈ കല്യാണം കഴിഞ്ഞവര്. ഇതൊക്കെ എന്തെങ്കിലും അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിനക്ക് അഭിപ്രായം ഇല്ല ഇതില്? അല്ല, അവൻ പറഞ്ഞല്ല. ഞാൻ പറഞ്ഞല്ലോ എന്റെ അഭിപ്രായം. എന്നാ സലീം അതെന്താ അഭിപ്രായം? അത് തന്നെ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ഓക്കെ. എടാ സല്ലൊരു ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം ഇപ്പൊ ഒരു കപ്പിള് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അടിയാണെന്ന് വിചാരിക്കും. ആ റിലേഷൻഷിപ്പിനെ നീ എങ്ങനെ നോക്കി കാണും? ഇങ്ങനെ കാണും. അല്ലാതെ ടോക്സിക് ആയിട്ട് തോന്നുന്നു എനിക്ക്. എന്താ നിനക്ക് അതിനെ പറ്റി അഭിപ്രായം? കാര്യം ഇവര് മിക്കപ്പോഴും വളരെ ഈസിലി അടിയാവും. സ്നേഹമൊക്കെ തന്നെ, പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരാൾ തെറ്റും. അത് ഉള്ളതാണല്ലോ. അപ്പൊ അത് സസ്റ്റെയിൻ ചെയ്ത് പോവോ? എന്താ നിനക്ക് തോന്നണം? നിന്റെ ഒരു അഭിപ്രായം? അങ്ങനത്തെ റിലേഷൻഷിപ്പ് കണ്ടിട്ടില്ലേ? എനിക്ക് ഇല്ല, കണ്ടിട്ടില്ല. ഞാനങ്ങനെ കാണാറില്ല. പറഞ്ഞോ. ഇല്ല. പിന്നെ ഒരു സ്ഥലത്ത് ഇപ്പൊ നല്ലതുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചീത്തയുണ്ടല്ലോ. അപ്പോ അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ ദേഷ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് ഉരുളക്കിഴങ്ങിന് മേടിക്കാൻ പോകുമ്പോ പിണ്ണാക്കിനെന്താ കേൾക്കണത്? നീ ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് പറയണം. ഇല്ല, ഞാൻ എന്താ പറഞ്ഞത്? ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവുന്നത് ഒരു പ്രശ്നമാണെന്നല്ലേ നീ ചോദിച്ചത്? അല്ല, ഞാൻ പറഞ്ഞ എപ്പോഴും അടിയിടുന്ന ഒരു കപ്പിള് അവര് പെട്ടെന്ന് കൂട്ടുണ്ടല്ലോ. അതായത് ഒട്ടുമിക്കപ്പോഴും അടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അതൊന്ന് കാണുമ്പോ നിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് ഞാൻ ചോദിച്ചത്. ആദ്യം അതായത് എന്റെ 14-15 വയസ്സില് നീ പെർമോട്ടിട്ട് പബ്ബിൽ പോകില്ല പറയാൻ പോണെങ്കിൽ അത് വേണ്ട. ഞാൻ നിന്റെ കാര്യമല്ല ചോദിച്ചത്. അല്ല, എന്റെ കാഴ്ചപ്പാട് പറയാലോ. ഞാൻ പറഞ്ഞു ഇവരെന്തിനാ പിന്നെ റിലേഷൻഷിപ്പില് മീൻസ് കൂടുന്നതെന്ന് നോക്കിയിട്ടുണ്ട്. ഐ മീൻ തോന്നിയിട്ടുണ്ട്. കാരണം ഏതൊരു അടിപിടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് മുന്നോട്ട് പോകുന്നത്? പക്ഷെ നമുക്കറിയാത്തതുണ്ടാവും, കുറെ കാര്യങ്ങളുണ്ടാവും. അവിടെ ഇപ്പോ എന്താണ്, അവർ ആ ടൈമിൽ മാത്രമായിരിക്കും ചിലപ്പോ, അതായത് നമ്മുടെ മുമ്പിൽ മാത്രമായിരിക്കും ചിലപ്പോ. അങ്ങനെ ഇപ്പോഴത്തെ കാര്യം തന്നെ പറഞ്ഞു. ഇപ്പോഴും അടിയാണെങ്കിൽ അത് ഇപ്പോഴും മാറിയിട്ടുണ്ട്. അതിപ്പോ അവര് അടി കൂടുന്നത് എനിക്ക് എന്നെ ബാധിക്കുന്ന പ്രശ്നമുള്ളല്ലോ, അത് അവര് തമ്മിലുള്ളതല്ലേ. ഞാൻ കുറച്ച് കണ്ണടച്ചുള്ളൂ. അത് വിട്ടേക്ക്, അതിന് വരില്ലത്. അതവന്റെ കൈവിട്ട് വരാം. ബെബിന് എന്ത് തോന്നുന്നു? കാര്യം ചിലര് പറയും ഏത് നേരം അടിയിടുന്നവർക്കായിരിക്കും ഏറ്റവും സ്നേഹം എന്നൊക്കെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയൊന്നുമില്ല. അല്ല, അതിനെന്താ അങ്ങനെ ഞാൻ എപ്പോഴും അടി ഉണ്ടാക്കുന്നവര് ശരിയാണെന്ന് തോന്നുന്നില്ല. അടിയും സ്നേഹം ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. അല്ലാതെ അടി മാത്രമാണെങ്കിൽ അല്ല, രാവിലെ അടി, ഉച്ചക്ക് കൂട്ട്, രാത്രി അടി, അങ്ങനെയാണെങ്കിൽ അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സമയത്ത് പിന്നെ ഇതൊന്നും നോക്കാറില്ല. ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. അതുകൊണ്ട്
കഴിഞ്ഞ അതും പോയി. നിനക്ക് എന്ത് തോന്നുന്നു? അപ്പൊ അത് കാരണം അനുസരിച്ചിരിക്കും. അനാവശ്യ കാര്യങ്ങളാണെങ്കിൽ അതിപ്പോ അടി നോർമൽ ആണെന്നാണ്. അടി ഉണ്ടാകുന്ന നോർമൽ അല്ലേ. ഒരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിന് ഒരു അടി ഉണ്ടാവാം. നമ്മുടെ വോയിസ് ഓഫ് ടോണിന് ഒരു അടി ഉണ്ടാവാം. ഇപ്പൊ ഞാൻ കൊച്ചിയിൽ നിന്നിട്ടും വേറൊരാൾ പാലക്കാട് നിന്ന് സംസാരിക്കുന്ന സ്ലാങ്ങിന്റെ വ്യത്യാസത്തിൽ അടി ഉണ്ടാവാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചില സ്ലാങ്ങിൽ ചില വാക്കുകൾ തെറിയാണ്. ഇപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞ് FDFS പോവാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു FDFS അതെന്താ? അപ്പൊ ഞാൻ FDFS എന്താന്ന് അറിയില്ലേ? നമ്മളിത് നോർമൽ ടോണല്ലേ? അല്ല നീ കളിയാക്കി. നമ്മുടെ FDFS എന്താന്ന് അറിയില്ലേ? ഇതാണ് കോസ്റ്റിംഗ് ചെയ്ത പോലെയാണ് ഇപ്പൊ അത്. അതിന് അറിയില്ലേ ചോദിക്കുന്നാണല്ലോ നമ്മള്. അപ്പൊ അവരുടെ സ്ലാങ്ങില് എന്തിന് ഇത്ര തന്നെ കളിയാക്കിയെന്ന് തോന്നും. ഇത് റിലേഷൻഷിപ്പിലല്ല, ഇത് വല്ലതിലും തോന്നും. നമ്മളവിടെ നിർത്തി. അപ്പൊ എങ്ങനെ അടി ഉണ്ടാവാം? അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അത് ഇത് കട്ട് ചെയ്യണം. ഇത് കട്ട് സ്ഥിരമായിട്ട് അടി ഉണ്ടാവുന്നത് ടോക്സിസിറ്റിയാണ്. എന്തോ പ്രശ്നമുണ്ട്. അതെ, എന്തോ പ്രശ്നമുണ്ട്. കാരണം അത് സ്ഥിരമായിട്ട് അടി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രോപ്പർ റിലേഷൻ? അത് എങ്ങനെ സ്ഥിരമായിട്ട് അടി ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് അത് ശരിയല്ല, എന്തോ ടോക്സിറ്റി അതിലുണ്ടെന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെയല്ലയോ കുറച്ചും പറഞ്ഞത്? അതെ, അങ്ങനെയല്ല. അതിപ്പോ എന്ത് കാര്യത്തിലാണെന്നനുസരിച്ചിരിക്കും. ഈ അനാവശ്യ കാര്യങ്ങൾക്ക് മാത്രം എപ്പോഴും അടിയാണ്. ഇപ്പൊ ഞാൻ പറയാം, ഒരു ഫീമെയില് ഭാര്യ എപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല. എപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് പറയാൻ പറ്റില്ല. എന്താ നീ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞൂടെ? നമ്മൾ ചോദ്യം തന്നെ. എടാ, നിന്റെ കാഴ്ചപ്പാടില് എന്താണ്? അതായത് നീ എപ്പോഴും മ്യൂച്വൽ റെസ്പെക്ട് ആണ് ബേസിക്കലി. വഴക്ക് വിട്ടു മ്യൂച്വലി റെസ്പെക്ട് ആണ്. അപ്പൊ അത് ചില സമയത്ത് ഒരാള് ഭയങ്കര ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകും. പല രീതിയിലാവാം, കരിയർ വൈസ് ആവാം, പേഴ്സണൽ ടേംസിലായിരിക്കാം. അങ്ങനെ കടന്നു പോകുന്ന ഒരാളുടെ അവസ്ഥ ഒരു പരിധി വരെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ മനസ്സിലാക്കണം. അതല്ലാണ്ട് അയാൾ താന്ന് ഭൂമിയോളം നിൽക്കുമ്പോ പിന്നെയും ചവിട്ടി താഴ്ത്തി പാതാളത്തി ചേർത്തി മാവേലിനെ കാണിക്കാൻ നിൽക്കരുത്. ആ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പിന്നെ എന്താ പറയാ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പേസ് കൊടുക്കുക, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ നിൽക്കുക. കാരണം ഒരു റിലേഷൻഷിപ്പ് അത് ഏതോ ആയിക്കോട്ടെ, ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മാരേജ് ആയിക്കോട്ടെ, അതൊരു വലിയ റിലേഷൻഷിപ്പ് ആണല്ലോ. കാരണം ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ അല്ലേ? അപ്പൊ അതുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ വിമലിനോടൊക്കെ ചോദിച്ചാല് അവരങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാനിയൻഷിപ്പ് എൻജോയ് ചെയ്ത് പോവാ. അത് നിങ്ങളും പൂജ തിരിക്കാൻ നമുക്ക് അറിയണ്ട. അല്ല, പ്രശ്നങ്ങൾ വരാം, ചെറിയ പ്രശ്നങ്ങൾ വരാം, വലിയ പ്രശ്നങ്ങൾ വരാം. പക്ഷെ ആ ഷിപ്പ് എത്രത്തോളം മുന്നോട്ട് പോകുന്നതിലാണല്ലോ അതിന്റെ ഒരു കോമ്പാറ്റബിലിറ്റിയിലാണ് ഇരിക്കുന്നത്. കറക്റ്റ് അല്ലേ? കണക്ടിവിറ്റി, ആ ഒരു ഇത് ലോക്ക്. നീ ഇമോഷണലി അവൈലബിൾ അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളോട് പറഞ്ഞിരിക്കും. ഞാൻ ഇമോഷണലി എപ്പോഴും അവൈലബിൾ ആവാറുണ്ട്, ഞാൻ എത്ര തിരക്കിലാണെങ്കിലും. ആണല്ലേ? നീ എല്ലാം ഗേൾഫ്രണ്ടില്ല? ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെയല്ല ആവാറുണ്ട്. അത് ഫ്രണ്ട്സിനോടാവാലോ അങ്ങനെ. പിന്നെ എന്താ തോന്നുന്നത്? പ്രോപ്പർ റിലേഷൻഷിപ്പ് എങ്ങനെ വേണം തോന്നുന്നു? പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് റെഡ് ഫ്ലാഗുകൾ ഉണ്ടെങ്കിലും അതിനെ തിരിച്ചറിയാന്നുള്ളതാണോ? അതിപ്പോ ഓരോ സാഹചര്യത്തിൽ ചിലപ്പോ നമ്മൾ റെഡ് ഫ്ലാഗ് ആയിക്കൂടാന്നില്ലല്ലോ. അതെ. അപ്പൊ നീ ഭയങ്കര ഓക്കെ ആണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം നിന്റെ പാർട്ണർ വന്നിട്ട് അത് വലിയ റെഡ് ഫ്ലാഗ് ആണെന്ന് നിന്നോട് പറയാനാണ്. അപ്പൊ ഞാൻ അത് തിരുത്താൻ ശ്രമിക്കും. അപ്പൊ നീ റെഡ് ഫ്ലാഗ് ആയില്ലേ? അതാ പറഞ്ഞത്, ഓരോന്നിലും ചിലവര് ഇപ്പോ നമ്മൾ തന്നെ എല്ലാം ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് വിചാരിച്ചാണല്ലോ ചെയ്യുന്നത്. പക്ഷെ ചിലത് റെഡ് ഫ്ലാഗ് ആയിരുന്നു നമുക്ക് മനസ്സിലായാൽ നമ്മളത് തിരുത്താൻ തയ്യാറാണ്. അങ്ങനെ എന്താ മനസ്സിലായി? പണ്ട് ഇതുപോലെ റൊമാൻറ്റിസൈസ് എന്തെങ്കിലും റെഡ് ഫ്ലാഗ് ഉണ്ടോ? ഇല്ല, എനിക്ക് ആ ഒരു കാറ്റഗറിയിൽ അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായില്ല. അറിയില്ല. എനിക്കും രണ്ടുപേർക്കും ഇല്ല. ഇല്ല, എന്നെ ഇങ്ങനെ നോക്കണമെന്ന് ഇല്ലാന്ന് പറഞ്ഞില്ലേ? ശരി, അപ്പൊ വൈൻഡപ്പ് ചെയ്യണക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തരാം. എന്നോട് എന്തെങ്കിലും ചോദിച്ചു. ഞാൻ എത്ര നേരം നിങ്ങളെ കഷ്ടപ്പെടുത്തില്ല. ഇതെല്ലാം നിന്റെ അനുഭവത്തിൽ 101% അതല്ല. അല്ലല്ല, ഇതൊക്കെ ഞാൻ എന്റെ ഒബ്സർവേഷൻസ് കണ്ടെത്തിയ കാര്യങ്ങളാണ്. നേരത്തെ പഠിച്ചു വെച്ചിട്ട് ചോദിക്കാൻ റെഡ് ഫ്ലാഗ്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റിലൂടെ ഞാൻ ആദ്യം പറഞ്ഞ
ഞാൻ അളിയാൻ കട്ടായിരിക്കണം ഇത്ര നേരം. ഞാൻ ഷോൾ ഇടാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൊസസീവ് ആയിട്ടുണ്ട്, വേറെ ആൺപിള്ളേരോട് സംസാരിക്കുന്നതിന് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, സ്പേസ് കൊടുക്കാതെ സമയം കിട്ടുമ്പോഴെല്ലാം എന്റെ കൂടെ നിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലിസ്റ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനൊരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 17 വയസ്സ് വരെ ഞാൻ പമ്പം ടോക്സിക്. പിന്നെ എങ്ങനെയാണ് തിരിച്ചറിവ് വന്നത്? ആൾക്കാർ ഇട്ടിട്ട് പോണതുണ്ട്. പിന്നെ ഒരു പ്രായം കഴിയുമ്പോ നമുക്ക് തന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു early 20s ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന എത്ര കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും അതുപോലെ വിശ്വസിക്കുന്നുണ്ട്. പ്രായം കടന്നു പോകുന്നതോറും നമുക്ക് കൂടുതൽ ലൈഫ് എക്സ്പീരിയൻസസ് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർനെറ്റിനോടൊക്കെ എക്സ്പോഷർ ഉള്ള ആൾക്കാരില്ലേ, അതിപ്പോ പണ്ടുണ്ട്. അങ്ങനത്തെ എക്സ്പോഷർ ഞാൻ അല്ല, തിരിച്ചറിവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഇപ്പം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എടുക്കാം, ഇൻഫർമേഷൻ നീ പെർസീവ് ചെയ്യുന്ന രീതി ഭയങ്കര വ്യത്യാസമാണ്. എന്താ ഇപ്പൊ പറയാ, അങ്ങനെ തിരിച്ചറിവ് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും പണ്ടൊക്കെ ചെയ്തിരുന്നത് ഇത്ര കാര്യം ഞാൻ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, ഈ കാര്യങ്ങൾ എന്നോടാണ് ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും എന്റെ വീട്ടിൽ ഒരു കോട്ട് ഇട്ടോളണം എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ അതിന്റെ ഭാഗത്ത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ. എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണല്ലോ. ഇപ്പൊ ഞാൻ പല സ്വാതന്ത്ര്യങ്ങളെയും പറ്റി പാട്ട് എഴുതുമ്പോ എന്നോട് എല്ലാവരും ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരെ വീട്ടിലേക്ക് വരും. ഇപ്പൊ സ്ത്രീകൾ വസ്ത്ര സ്വാതന്ത്ര്യം അത് നമ്മൾ പറഞ്ഞല്ലേ, സ്വാഭാവികമായിട്ടും ടോക്സിക്കുള്ള ആൾക്കാർ ചോദിക്കുക നിന്റെ വീട്ടില് അമ്മ പെങ്ങൾ ഇങ്ങനെ നടന്ന അങ്ങനെ ചോദിക്കണ ഒരു തിരിച്ചറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ വീട്ടിലെ അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. എല്ലാവർക്കും അവരവരുടെ ഫ്രീഡം ഉണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരാള് നമ്മൾ വിചാരിക്കണ പോലെ നടക്കണം എന്ന ചിന്ത നമ്മുടെ ഉള്ളില് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പരാജയം. അന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ടോക്സിക് റെഡ് എൻജോയ് ചെയ്ത റെഡ് സാധനം തരുന്നു എന്റെയോ? ഞാൻ എൻജോയ് ചെയ്യുന്ന റെഡ് ഫ്ലാഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഞങ്ങൾ അല്ല, 2 കാര്യങ്ങളുണ്ട്. ഒരെണ്ണം എന്നോട് പോസസീവ് ആണെന്ന് എനിക്ക് ഇഷ്ടമാണ് ഒരു പരിധി വരെ. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് ഉപദേശിക്കണമെന്ന് എനിക്ക് ഇഷ്ടമാണ്. അതെനിക്ക് ഇഷ്ടമുള്ള ആള്, അതായത് ഇപ്പൊ നമ്മള് ഏറ്റവും ഇപ്പൊ എനിക്ക് ഭാര്യയുണ്ട്, അപ്പൊ ഗേൾഫ്രണ്ട് ആയിരുന്ന സമയത്തും എന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിൽ വിളിച്ചിരുത്തി. കാര്യം ചിലർക്ക് അത് ഇഷ്ടമല്ല, നമ്മള് എന്നെ പഠിപ്പിക്കേണ്ടെന്നൊരു മനോഭാവമുണ്ട്. അതെനിക്ക് ഇഷ്ടമാണ് പഠിപ്പിക്കണം. എനിക്ക് പഠിപ്പിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ചിലർ റിഫ്ലൈ ആയിട്ട് കാണാം, യു ഡോണ്ട് ടെൽ മീ വാട്ട് ടു ഡു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ എനിക്ക് അങ്ങനെ സാധനമില്ല. എനിക്ക് അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതെ, എന്തോ ഇഷ്ടമാണ്. ഇനി നമ്മള് പോയി കഴിഞ്ഞാൽ കല്യാണങ്ങൾ മുടങ്ങും, പല പ്രശ്നങ്ങളുണ്ടാവും. അത് കാരണം നീ അതിന്റെ പേര് ഞാൻ ഇവിടുന്ന് പേരില്ല നടക്കിരിക്കണം. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇതിൽ കൂടുതലൊന്നും പറയില്ല. ഇത്രയും നാള് പോയതില് എനിക്ക് ഫീൽ ചെയ്യണ ഏറ്റവും നല്ല എപ്പിസോഡ് ഒരുപാട് പഠിക്കാനും പറ്റി. സാധാരണ എല്ലാരും കുറ്റം പറയാനായിരുന്നു രസം, പക്ഷെ ഇതിലെല്ലാരും നിന്നൊരുങ്ങി. ഈ പരിപാടി ഇല്ല കേട്ടോ. അപ്പൊ എനിക്ക് വേണം കണ്ടോണ്ടിരുന്നവർക്ക് തന്നെ നമ്മളെ 4 പേരിലെ ഫ്ലാഗുകളൊക്കെ മനസ്സിലായിട്ടുണ്ട്. കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഒന്നുകൂടി റിമൈൻഡ് അടിച്ച് കണ്ടു നോക്കിയാൽ ആരൊക്കെ ഏതൊക്കെ ഫ്ലാഗ് ആണെന്നുള്ളത് മനസ്സിലാവും. ഞാനൊരു കൂൾ ലുക്കിൽ തൊപ്പി ചാർജ് ഔട്ടായി. അപ്പൊ എന്ന് പറഞ്ഞോണ്ട് നമ്മൾ തലയിലെ എക്സ്പ്രഷനിലേക്ക് അപ്പൊ ഞങ്ങളൊക്കെ ഗ്രീനാണേ. ഗ്രീനാണ്.